ഹായ്, നമുക്ക് പച്ചമുളക് വെച്ചിട്ട് നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി കണ്ടു നോക്കട്ടോ. ഇത് നമുക്ക് വീട്ടിൽ കുറച്ചുണ്ടാക്കി വെച്ചാൽ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ചൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. ഇതേപോലെ ഉണ്ടമുളക് എടുക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തതാണ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. പാനിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് മുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇതേപോലെ മുളകിൻ്റെ കളറെല്ലാം ഇങ്ങനെ മാറി വരണം കേട്ടോ, അതുവരെ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോരി മാറ്റുന്നുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ചൊരു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ചൊരു ഉലുവയും ചേർത്ത് കൊടുക്കട്ടോ. ഇനി കുറച്ചൊരു വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് വേണ്ടത് കുറച്ചൊരു പുളിയാണ്. ഞാനിപ്പോൾ എടുത്തത് ഈ ഒരു അളവിലാണ് പുളി എടുത്തത്. കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുളക് ചേർത്ത് കൊടുക്കട്ടോ. ഇനി മുളകൊന്ന് പുളിവെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. വെന്തിട്ടൊന്ന് കുറുകി വരണേ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ചൊരു ശർക്കരപ്പാനിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ ഇതാണ് കേട്ടോ. ആ മധുരവും പുളിയും എല്ലാം കൂടെ വരുന്നതാണ് ഇതൊരു ടേസ്റ്റ്. ആ മുളകിൻ്റെ എരിവൊന്നും അറിയില്ല കേട്ടോ, ഈ പുളിയും മധുരവും ഒക്കെ വരുന്നത് കൊണ്ട്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി കിട്ടണേ. അപ്പോൾ ഇതാ നമ്മൾ അച്ചാർ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യുക. അത് കുറച്ചൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.